ആൾക്കാർ പോയി. ഇത് ബാക്കിയുള്ള കുറച്ചേരേ ഉള്ളൂ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മള് ഇപ്പൊ ഞാൻ ഉള്ളത് കോഴിക്കോട് ഒരു മാളിലാണ്. ഞങ്ങള് വയനാട് നിന്ന് തിരിച്ചിങ്ങോട്ട് എത്തി. വയനാടിൽ അവിടെയുള്ള കാര്യങ്ങൾ, ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഷോർട്സ് ആക്കി ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതെന്താ വെച്ചാല് വ്ളോഗിൽ നമ്മൾ എല്ലാ സമയത്തും ഈ സംസാരിച്ചുകൊണ്ട് വ്ളോഗ് എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് കഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഷോർട്സ് എടുത്ത് ഞാൻ കട്ട് ചെയ്തൊരു നല്ലൊരു വീഡിയോ ഞാൻ ഇട്ടുതരാം, ഞങ്ങൾ ചെയ്ത ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട്. പിന്നെ ഈ പരിപാടിയെ കുറിച്ച് ഞാൻ പോയത് കൂടെ എന്ന ക്യാമ്പിൻ്റെ കൂടെയാണ്. ഒരിക്കലും മറക്കാൻ പറ്റൂല ആ സംഭവം. എനിക്ക് ഇന്നേ വരെ അറിയാത്ത 49 പേര് പോയി ആദ്യം കണ്ട് ബസ്സിൽ KSRTC ബസ് സ്റ്റാൻഡിൽ ഒരുമിച്ച് കണ്ട് ബസ്സിലേക്ക് ഞങ്ങൾ കയറി. അവിടെ നിന്ന് ഒരു ട്രാവൽ ബസ് ബുക്ക് ചെയ്തിരുന്നു. ആ ബസ്സിലേക്ക് കയറി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയ ബന്ധം തിരിച്ചിറങ്ങുമ്പോഴുള്ള ആ ഒരു വിഷമമുണ്ടല്ലോ, അത് വല്ലാത്തൊരു വിഷമമാണ്. ആ വിഷമം ഒരാൾക്ക് എങ്ങനെ ഒരു ഫീലായി, ഈ ട്രിപ്പ് എത്രത്തോളം അവർക്ക് എന്താ പറയുക, അവർക്ക് ഇഷ്ടമായി എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോക്ക് ശേഷം അവരുടെ റിയാക്ഷനും ഈ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു, ട്രിപ്പിനെ കുറിച്ച് എന്താണ്, അവർക്ക് ഈ ട്രിപ്പിൽ എന്ത് കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഈ വീഡിയോക്ക്, എൻ്റെ ഈ ഒരു ഫസ്റ്റ് ഒരു ഇൻട്രോ വീഡിയോ ഉണ്ടല്ലോ, ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം അവരുടെ റിയാക്ഷൻ വീഡിയോസെല്ലാം ഞാൻ ഇടുന്നുണ്ട്. സോ ഗൈസ്, നിങ്ങളതൊക്കെ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരും ഫുള്ളായിട്ട് കാണാം. എൻ്റെ കാര്യത്തിലായാലും ഞാനിങ്ങനെ സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പ് പോകുന്ന ആദ്യമായിട്ടാണ്. പിന്നെ ഞാൻ ഈ ട്രിപ്പ് പോയത് എൻ്റെ മനസ്സിൽ വേറെ കുറച്ച് പ്ലാനിങ്സ് ഒക്കെ ഉണ്ട്. സോ അതൊക്കെ നമുക്ക് വയ്യ നമുക്ക് മനസ്സിലാവും. കുറേ കാര്യങ്ങളുണ്ട്, എല്ലാം നിങ്ങൾക്ക് പോകുന്നു ഓരോ സമയം ഓരോരോ ഘട്ടമായിട്ട് എല്ലാവർക്കും ഞാൻ മനസ്സിലാക്കി കൊണ്ടുവരും. ഒരു ഗൈസ് അങ്ങനെ കിട്ടിയാൽ ഇപ്പം ഞാൻ നോക്കി, ഞാനിപ്പോൾ പോയില്ലെങ്കിൽ 49 പേര്. ഈ 49 പേരിൽ ഈ 49 ആൾക്കാരെ ഞാൻ പറയാം ഏറെക്കുറെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പക്ഷെ അതിൽ 1, 2, 3, 4 ആൾക്കാർ പിന്നെയും കുറച്ചും കൂടി വേർതിരിക്കാണ്ടാവും. നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആകുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, ഓരോ ക്യാരക്ടർ നമുക്ക് പിന്നെയും കുറച്ചും കൂടി ബെറ്റർ ആകുന്ന ക്യാരക്ടർ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വേർതിരിച്ച് 4-5 പേര്. പിന്നെ അത് കഴിഞ്ഞ് ബസ്സിൽ കളിക്കുന്ന കളികളും നമ്മൾ റിസോർട്ടിൽ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ഈ പരിപാടി ഉണ്ടല്ലോ കോർഡിനേറ്റ് ചെയ്യാനൊരു നെജു എന്ന് പറയുന്നൊരു പയ്യൻ വന്നിരുന്നു. അയാൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അയാളുടെ ഒരു എന്താ പറയുക, അയാളുടെ കഷ്ടപ്പാടെന്ന് തന്നെ പറയാം. കാരണം എന്താ വെച്ചാൽ അത്രക്കും മഴയും പിന്നെ മൊത്തം നമ്മളെ ക്ലൈമറ്റ് എന്ന് പറയും നമുക്ക് തികച്ചും ഞങ്ങൾക്ക് എന്താ പറയുക, ഞങ്ങളെ എതിർവശമായിരുന്നു. കാരണം ഞങ്ങൾക്ക് എവിടെ ഇറങ്ങാൻ നോക്കിയാലും മഴ, അത് ഇത് അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ഒരു ഞങ്ങൾ തന്നെ വിചാരിച്ചു നമുക്ക് ഈ പരിപാടി ഒന്നും എത്തൂല, അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ അവൻ്റെ ഒരു കഷ്ടപ്പാട്, അവന് ഞങ്ങളൊക്കെ പിടിച്ച് വേലിച്ച് മഴയത്ത് ഇറക്കി, അങ്ങനെയൊക്കെ ഇറക്കി ആ ഒരു ട്രിപ്പിനൊരു വൈബ് കൊണ്ടുവരാൻ അവൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനൊത്ത് ഞങ്ങളെല്ലാവരും കൂടെ നിന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ട്രിപ്പ് നല്ല വിജയകരമായി, ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്ട്രേഞ്ചർ ട്രിപ്പ് പോകുന്നത്. അതുകൊണ്ട് ഈ ട്രിപ്പ് ഞാൻ പറയാം എനിക്ക് മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ആണ് ഗൈസ്. എനിക്ക് നല്ല ഈ വന്ന 49 ആളുടെ അവസ്ഥയും അത് തന്നെയാണ്. എല്ലാവർക്കും അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ട്രിപ്പ്. ആ ട്രിപ്പിൽ എന്തൊക്കെ ഉണ്ടായി, നമ്മൾ മെയിൻ പോയ സമയത്ത് നമ്മൊരു വയനാട്ടിലൊരു റിസോർട്ട്, അവിടുത്തെ വൈകുന്നേരം അവിടെ കുറച്ച് ഗെയിംസ്, രാത്രി പിന്നെ ഒരു എൻഡ്ലെസ് ടോക്ക്, മോർണിംഗ് 6 മണി വരെ സംസാരം ഉണ്ടായിരുന്നു. അപ്പോൾ എൻഡ്ലെസ് ടോക്ക് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉറക്കത്ര ഒരു 2 മണിക്കൂർ, ആ 2 മണിക്കൂർ ഉറക്കം കഴിഞ്ഞ് രാവിലെ ഭക്ഷണം കഴിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ ഗെയിംസ്, കുറേ പരിപാടി, പിന്നെ നമുക്ക് വാട്ടർഫാൾസ് കാര്യങ്ങൾ അങ്ങനെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മഴ കാരണം ഞങ്ങൾക്ക് അതൊക്കെ ഒഴിവാക്കേണ്ടി വന്നു. സോ അതിന് പകരം അവന് വേറെ എന്തൊക്കെയോ നമുക്ക് ഇട്ടെത്തന്ന് നമ്മളെ തന്നെ എൻകറേജ് ചെയ്ത്. ഇപ്പം ഞാനായാലും ഇപ്പോൾ ഒരു പരിപാടി പോയാൽ ഇങ്ങനെ ഡാൻസ് കാര്യങ്ങളൊന്നും കളിക്കാം, നമുക്ക് കുറച്ച് ആൾക്കാർ പെട്ടെന്ന് മിങ്കിളായാൽ പിന്നെ അവരോട് നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. അതുപോലത്തെ അവസ്ഥയാണ് നമുക്ക് ഉണ്ടായത്. ഞാൻ ഒരു എന്തും കളിക്കാം, അതൊരു ഇൻട്രോവേർട്ടായി നടക്കുന്ന ഒരു കൂട്ടത്തിൻ്റെ അടുത്ത് ഒരു ഇൻട്രോവേർട്ടായി നടക്കുന്ന ആളാണ്. പക്ഷെ ആ ഒരു അത്ര പെട്ടെന്ന് ഇത്ര ആളോട് മിങ്കിൾ ചെയ്ത് ഓരോന്നിച്ച് കളിക്കാന്ന് പറയുന്നത് എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ തന്നെ നോക്കുമ്പോൾ അത് എനിക്ക് തന്നെ ഒരു അതിശയമാണ്. കാരണം ഞാൻ അങ്ങനെ ആരോടും അത്ര പെട്ടെന്നൊന്നും മിങ്കിളാവൂല. പക്ഷെ ഇത് മിങ്കിളായി അത്രത്തോളം ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട് ഗൈസ്. ഇത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഞാൻ ബാക്കിയുള്ളവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. ഓരോ ഞാൻ റെക്കോർഡിങ് ആക്കിത്തരാം, നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കി. അത് കണ്ടിട്ടാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ട്രിപ്പ് എത്രത്തോളം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന്. നിങ്ങൾക്ക് അത് കണ്ടിട്ട് മനസ്സിലാവും ഗൈസ്. അപ്പോൾ എന്താ ചെയ്യുക, മൊത്തത്തിൽ കാണാം, ഒന്നും സ്കിപ്പ് ചെയ്യണ്ട, ഫുള്ളായി കാണാം, ഡോണ്ട് മിസ് എനി പാർട്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് കം ഓൺ.
ലെറ്റ്സ് വാച്ച് ടുഗദർ. ഗൈസ്, നമ്മളെ കൂട്ടത്തിൽ നിന്ന് ആദ്യത്തെ ഒരാൾ വണ്ടി ഇറങ്ങി പോവാണ്. നമ്മളെ എല്ലാം നമ്മൾ കോർഡിനേറ്റ് ചെയ്ത ഒരാളാണ് ഇയാള്, നജുബായ് പറയും എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങള് എങ്ങനെ ക്യാമ്പിലുണ്ടായിരുന്നു? ഞങ്ങളെ എത്രത്തോളം നിങ്ങളോട് ചെയ്തു? വയനാടാണ് സ്ഥലം. ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് മഴയോട് മഴയാണ്. എന്താക്കുന്ന ഒരു ഐഡിയ ഇല്ല. മൊത്തത്തിൽ കുറെ നമ്മളെ പ്ലാൻ അല്ലാത്ത വേറെ കയ്യിൽ വന്നുകൊണ്ടിരുന്നത് ഭയങ്കര ചില്ലായി, ഭയങ്കര കോപ്പറേറ്റീവ് ആയിട്ട് നമ്മളോട് എന്ത് ചെയ്ത് ഭയങ്കര കൂടെ വന്ന് എല്ലാവരും ഹാപ്പി ആന്നിരിക്കുന്നു. ഹാപ്പിയാണ്. അടുത്ത ആളും പോവാണ്. ഒരു ബൈ ചേച്ചിയാ. നല്ല ക്യാമ്പായിരുന്നു. ഓക്കെ, പറഞ്ഞോ. നല്ലൊരു ക്യാമ്പായിരുന്നു. സ്ട്രേഞ്ചേഴ്സിന്റെ കൂടെ കൊണ്ടുവന്നിട്ട് ഒരുപാട് അപരിചിതരെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റി, അവരോട് ഇടപഴകാൻ പറ്റി. നല്ലൊരു ക്യാമ്പായിരുന്നു. നന്ദി എല്ലാവർക്കും. ആദ്യത്തെ ഒരു 4-5 ആൾക്കാർ ഇറങ്ങി. ഇനിയിപ്പോ ഞങ്ങൾ ഇറങ്ങും കോഴിക്കോട് ഫുഡൊക്കെ കഴിച്ച്. ആദ്യത്തെ കുറച്ച് പേര് ഇറങ്ങി. ബൈ 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 ബൈ. നമ്മളെ കോർഡിനേറ്റർ പോയി, ബാക്കിയുള്ള 3 പേര് പോയി. ഇങ്ങനെ ആള് ടോപ്പായി ഞങ്ങൾ കോർഡിനേറ്റർ നമ്മളതിൽ അടുത്ത ആള് ഇറങ്ങാൻ പോവാണ് കോഴിക്കോട് എത്തുന്നതിന് മുമ്പ്. പറയും നിങ്ങൾക്ക് നമ്മളെ ഈ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? ഈ ട്രിപ്പ് പറയും. വളരെ മനോഹരമായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ പങ്കെടുക്കുന്നത്. പക്ഷേ വളരെ മനോഹരമായിരുന്നു. ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ ആരും അഭിജിതായിരുന്നില്ല. എല്ലാവരും വളരെ അടുത്തുമായിരുന്നു. ക്യാമ്പിലാണെങ്കിലും നല്ല വൈബായിരുന്നു. നല്ല പാർട്ടികള്. നെക്സ്റ്റ് ടൈം നമ്മൾ പോകുന്നുണ്ടെങ്കിൽ വരാൻ തയ്യാറായിരിക്കും. തീർച്ചയായിട്ടും വരും. അടിപൊളിയായിരുന്നു. എല്ലാവരും നല്ല വൈബാണ്, നല്ല മൂടായിരുന്നു. മഴയുണ്ടെങ്കിലും മഴയുടെ അസൗകര്യങ്ങളൊന്നും ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല. വളരെ മനോഹരമായി തന്നെ ക്യാമ്പ് കഴിഞ്ഞു. പിരിയുമ്പോൾ സങ്കടമുണ്ട്. വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരോടും നന്ദി, സന്തോഷം. ഓക്കെ താങ്ക് യു. ഓക്കെ ചേട്ടാ, ബൈ ബൈ. ജിത്തുവേട്ട ഇറങ്ങാണ്. ജിത്തേട്ടാ, എന്താണ് പറയാനുള്ളത് ഇന്നത്തെ നമ്മളെ ഈ കൂടയുടെ ക്യാമ്പിനെ കുറിച്ചിട്ട്? കൂടയുടെ ക്യാമ്പിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ വ്യത്യസ്തമായ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ എല്ലാവരും സ്ട്രേഞ്ചേഴ്സ് ആയതുകൊണ്ട് ആർക്കും ആരോട് വേണമെങ്കിൽ സംസാരിക്കാം, ആരോട് വേണമെങ്കിൽ കൂടിയും നടക്കാം. അതാണ് ആരുടെ കൂടെയും. അപ്പോൾ നമ്മൾ ഒരു ട്രിപ്പ് പോവുകയാണെങ്കിൽ കോളേജിൽ നിന്നോ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നിന്ന് പോകുമ്പോൾ ഓരോരോ ആൾക്കാരും അറിയുന്നവരുടെ കൂടെ ഒരു ടീം ഉണ്ടാവും. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ടീമില്ല. എല്ലാവരും നമ്മളെ ടീമാണ്. അപ്പോൾ ഈ വന്ന 45-46 പേരെ വെച്ചുകൊണ്ട് അപ്പോൾ എല്ലാവരും ടീമാണ്. അതുകൊണ്ട് ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. സൂപ്പറായിരുന്നു. ഓക്കെ നമ്മളെ കൂട്ടത്തിലെ പിന്നെ ഒരുത്തനും കൂടി ഇറങ്ങാണ്. പറയും എന്തൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ എക്സ്പീരിയൻസിൽ എനിക്ക് പറയാൻ പറ്റി എന്തുണ്ട് നമ്മൾ ഈ ട്രിപ്പ്? നല്ല ബെറ്റർ ആയിട്ടുണ്ട്. കുറച്ച് വെച്ചോ. അത്യാവശ്യം നല്ല ഇതൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. വേറെന്താ പറയാ, നെക്സ്റ്റ് ടൈം ഇങ്ങനെ ഒരു ക്യാമ്പ് പോകുന്നുണ്ടെങ്കിൽ വരാൻ റെഡി ആയിരിക്കും. ഉറപ്പായിട്ടും. അപ്പോൾ ഓക്കെ ബൈ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കോഴിക്കോട് ഇറങ്ങി. കോഴിക്കോട് എല്ലാവരും പോവാണ്. ഒരു വിഷമത്തിന്റെ ഒരു ഘട്ടമാണ്. എന്നാ മൈക്കെടുത്തോ പറഞ്ഞോ, എങ്ങനെയുണ്ടായി നമ്മളെ ട്രിപ്പിനെ കുറിച്ച്? അടിച്ചത് പൊളിച്ചു. നമ്മളെ പോയപ്പോ എങ്ങനെയാവുന്ന ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ 2ാമത്തെ ദിവസം വന്നപ്പോ ഒരാളെ പോലും പേരറിഞ്ഞൂടാ. വന്ന് 2ാമത്തെ ദിവസം എല്ലാവരും പേരായി. നമുക്കൊരു കുറെ നാളായിട്ട് അറിയാവുന്ന ആൾക്കാരെ പോലൊരു തോന്നലായി. ഭയങ്കര ഒരു സങ്കടമൊന്നല്ല, ഒരു വിട്ടുപിരിയാൻ ഒരു മനസ്സില്ല വണ്ടിയിൽ ചെയ്ത ഒരു സന്തോഷവും വിഷമവും എല്ലാം കൂടെ. അപ്പോൾ എല്ലാവരും ഇനിയൊരു ക്യാമ്പിൽ പിന്നെയും കാണാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ പറഞ്ഞോ. എല്ലാവരും സബ് ചെയ്യുക. നല്ല കിടില ക്യാമ്പായിരുന്നു. ഒരു മിനിറ്റ്, നമ്മളെ ഒരു അംഗുണ്ട് മെയിന്, നമ്മളെ ചേച്ചി. അതല്ല നമ്മളെ അതോട് വെച്ചോ. പറയാം നമ്മളെ ട്രിപ്പിനെ കുറിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ ട്രിപ്പ് അടിപൊളിയായിരുന്നു. മഴയില്ലായിരുന്നുണ്ടെങ്കിൽ ഇതല്ല ഇതിന്റെ അപ്പുറം ഞങ്ങൾ. പക്ഷേ എന്നിട്ട് മഴ ഉണ്ടായിരുന്നിട്ട് ഞങ്ങൾ അതിന്റെ മാക്സിമം ഞങ്ങൾ എൻജോയ് കൊണ്ട് ചെയ്യിപ്പിച്ചു. അതെ, ചെയ്യിപ്പിച്ചു എന്നല്ല, നമ്മൾ ചെയ്തു. നമുക്ക് അതുപോലത്താണ് ഇയാളുടെ ആര് ലജു. അതെ, ഡൺ. ഓക്കെ ഓക്കെ, ലവ് യു.
ചേട്ടൻ പറയും എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി എക്സ്പീരിയൻസ്. എന്തായാലും നെക്സ്റ്റ് ടൈം വീണ്ടും ഇതേ ടീമായിട്ട് വരും. അതാണ് അത്രേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത്. ഗൈസ് എല്ലാവരും റെഡി ആയി. ഗൈസ് ഞങ്ങളെ കൂട്ടത്തിലുള്ള എല്ലാവരും, കുറേ ആൾക്കാർ പോയി, ഇത് ബാക്കിയുള്ള കുറച്ചേരേ ഉള്ളൂ.